ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റാഗി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, 6 മാസം തൊട്ടാണ് നമ്മൾ പിള്ളേർക്ക് റാഗി കൊടുത്തു തുടങ്ങുന്നത് അല്ലേ. ഫസ്റ്റ് സോളിഡ് ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മന്തിലാണ്. അപ്പം ഇപ്പം റാഗി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ റാഗിയായിട്ട് വാങ്ങിച്ചതാണ്, അല്ലാതെ റാഗി പൊടിച്ചതും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പൊടിയല്ല, ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഏകദേശം ഒരു 45 രൂപയാണ് വരുന്നത്. നമ്മുടെ അടുത്തുള്ള വിക്ടറി ഓയിൽ മിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ആണ്, അവർ തന്നെയാണ് എല്ലാ സാധനങ്ങളും പൊടിച്ച് പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വിശ്വസിക്കാം, അതായത് ഒരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നുമില്ല. അവിടെ ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടം വാങ്ങിച്ചായിരുന്നേ. അതിന് ഒരു 200 ഗ്രാം അത്ര സംതിങ്ങാണ് വാങ്ങിച്ചത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ജലദോഷമോ കഫക്കെട്ടൊക്കെ വരാതിരിക്കാൻ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം റാഗി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ്, അതായത് രാത്രിയിൽ ഇട്ട് വെച്ചാലും മതി. ഇപ്പോൾ വൈകുന്നേരമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പം ഇട്ട് വെച്ചാൽ മതി വെള്ളത്തിൽ, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും അത്. ഇപ്പോൾ രാവിലെ കൊടുക്കണമെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇട്ട് വെച്ചാൽ മതി വെള്ളത്തിൽ. അപ്പം ഞാനിപ്പം കുട്ടിക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പം വൈകുന്നേരമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പം അവളുടെ വിശപ്പനുസരിച്ചാണ് കൊടുക്കുന്നത്. മെയിനായിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ കൊടുക്കുന്ന ഏത്തയ്ക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ കൊടുക്കുക. അപ്പം ഇത് വൈകിട്ടത്തേന് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് വെള്ളത്തിലിടുന്നത്. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ റാഗി ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം. ഇത് ഞങ്ങൾ അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലരിത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് ആ പൊടിയെടുത്ത് വെള്ളത്തിൽ കലക്കി ഉണ്ടാക്കുന്നവരും ഉണ്ട്. നമ്മളിത് എടുത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളം മാത്രം എടുക്കുക. അതിനുശേഷം നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കണേ. കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം അരയ്ക്കുമ്പം, നന്നായിട്ട് അരയത്തില്ല ഇത്. പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് അരയ്ക്കാനായിട്ട് കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ഒരു ജാറ് വെക്കുക കേട്ടോ. ഈ കുട്ടികളുടെ കുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേന്. പിന്നെ ഒരു അരിപ്പയും അതുപോലെ തന്നെ ഇതുപോലൊരു പാത്രവും വാങ്ങി വെക്കണേ. കാരണം എല്ലാം സെപ്പറേറ്റ് ഉള്ളതാണ് നല്ലത്. പിന്നെ ചെറിയൊരു സ്പൂണും, ഞാനിവിടെ സ്റ്റീലിൻ്റെ ചെറിയ സ്പൂണാണ് എടുത്തത്. അപ്പം നമ്മൾ ഇത് അരച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കണേ. അരിച്ചെടുക്കാൻ നേരത്ത് ചിലപ്പം അരിപ്പയുടെ ഇടവഴി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും വരാനായിട്ട്, എൻ്റെ പിശുടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരിച്ച് ഇതുപോലെ കിട്ടും. അതിനുശേഷം പനങ്കൽക്കണ്ടം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഈ കുറുക്ക് തയ്യാറാക്കാൻ. ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും, കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കുറുകി വരണം. ഒരു 10 മിനിറ്റ് മാക്സിമം അത്രയൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ എപ്പോഴും തീ കൂട്ടി വെക്കരുത് ഒരിക്കലും. കാരണം ഈ റാഗിക്ക് വേവുണ്ട്, ഒരുപാടില്ല എങ്കിൽ പോലും കുറച്ച് വേവുണ്ട്. അപ്പം അതൊന്ന് വെന്ത് എല്ലാം ഒന്ന് ഇത് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അവരുടെ വിശപ്പ് മാറാനായിട്ട്, ദഹനത്തിനൊക്കെ റാഗി എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനാണെന്നാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ റാഗിയും അതുപോലെ ഏത്തയ്ക്കാപ്പൊടി, പിന്നെ ചോറ്, അതൊക്കെ അരച്ചൊക്കെ കൊടുക്കും. പിന്നെ വെജിറ്റബിൾസും കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഇതിപ്പം റാഗി കൊടുക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. റാഗിയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഇൻട്രസ്റ്റാണ് പിള്ളേർക്ക്. എല്ലാ പിള്ളേർക്കും അങ്ങനെ. കാരണം ഈ പനങ്കൽക്കണ്ടം ഒന്നും ഒരുപാട് ഇടരുത്. നമ്മൾ 1-2 എണ്ണം മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു മധുരത്തിന് മാത്രം. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ കുറുകിപ്പോയാൽ നിങ്ങൾ ഇച്ചിരിയും കൂടെ വെള്ളം അതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ മതി. ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പം ക്വാണ്ടിറ്റി നമ്മൾ അളവ് കുറച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കുറുകിപ്പോവും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുത്താൽ മതി. ഇച്ചിരി നമുക്കതൊരു ആ ഒരു ലെവൽ കിട്ടണമെങ്കിൽ. അപ്പം നമ്മളോട് ഡോക്ടർ ഇത് ഉണ്ടാക്കാൻ നേരത്ത് പറയുന്നത് ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി, അതായത് സ്പൂണിൽ ഒഴിക്കുമ്പം ഇറ്റിറ്റ് വീഴത്തില്ലേ, ആ ഒരു ലെവലിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഒരുപാട് ലൂസായിട്ടും ഉണ്ടാക്കിയിട്ടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു മീഡിയം റേഞ്ചിൽ, ആ പായസത്തിൻ്റെ ഒരു ലെവലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.